ഇന്നലകളിൽ ഭാഗം 21. അയ്യേ മുട്ട! ശ്യാം തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്റെ മുന്നിൽ നിന്ന് ആ പൂതനയുടെ പേര് പറഞ്ഞ കെട്ടിയോനാണെന്ന് നോക്കില്ല, കൊല്ലും ഞാൻ. പഴയ കാമുകിയെക്കുറിച്ച് അയവറക്കാനാണെങ്കിൽ ദേ ആ മൂലയിൽ മാറി നിന്നെങ്ങാനും പറഞ്ഞോണം. മാനസി ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു. ശ്യാം അവളെ മിഴിച്ചു നോക്കി. ഒരു സ്വാതി പൊക്ക. എങ്ങോട്ടാണെന്ന് വെച്ചാ, സ്വാതിയോ ചോദ്യോ ആരെങ്കിലും ആവട്ടെ. ശ്യാമിനെ തള്ളി മാനസി സ്ലാബിന്റെ മുകളിൽ നിന്ന് കുതറിയിറങ്ങി. മാനസി നീട്ടി വിളിച്ചുകൊണ്ട് ശ്യാം അവളെ പിടിച്ചടുപ്പിച്ച് അവളുടെ മുഖത്താകെ അവന്റെ മുഖമിട്ടുരസി. വന്ന ദേഷ്യത്തിന് മാനസി അവിടെ പാത്രത്തിലിരുന്ന വെള്ളമെടുത്ത് ശ്യാമിന്റെ തലവഴി കമുത്തി. മാനസി ചപ്പാത്തി കുഴയ്ക്കാൻ എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് മാവെടുത്ത് ശ്യാം അവളുടെ തലവഴിയും കമുത്തി. അവൾ അവനെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പകുതി മുക്കാലും ശ്യാമിന്റെ ദേഹത്ത് തന്നെയായിരുന്നു വീണത്. മാനസി വേഗം അവനിൽ നിന്ന് കുതറി മാറി. പക്ഷെ പിന്നെ അവന്റെ കൈ ചെന്നെത്തിയത് ടിന്നിലിരിക്കുന്ന അരിപ്പൊടിയിലായിരുന്നു. അവൻ അതെടുത്ത് തുറന്ന് മാനസിക്ക് നേരെ എറിഞ്ഞതും കഷ്ടം വെച്ച് ഇവരെ നോക്കി നിന്നിരുന്ന ചന്ദ്രനും സരസ്വതിയും അരിപ്പൊടിയിൽ മുങ്ങിക്കുളിച്ചു. ശ്യാമിന്റെ വായും തുറന്നുള്ള നിൽപ്പ് കണ്ടാണ് മാനസി തിരിഞ്ഞു നോക്കിയത്. നോക്കുമ്പോ ബിർല വൈറ്റ് വാൾ കെയർ പുട്ടിയടിച്ച പോലെ നിൽക്കുന്ന ചന്ദ്രനെയും സരസ്വതിയെയും കണ്ട് അവൾ ഒന്ന് ഞെട്ടി. സരസ്വതിയുടെ കടുപ്പിച്ചിട്ടുള്ള നോട്ടം കണ്ട് ആദ്യം ഒന്ന് ഭയന്നെങ്കിലും ചന്ദ്രന്റെ കിളിപോയ നിൽപ്പും ഒപ്പം തലയിലെ മാവ് കുലുക്കി കളയുമ്പോഴുള്ള ആ എക്സ്പ്രഷനും കണ്ട് മാനസി പൊട്ടിച്ചിരിച്ചു. പതിയെ ആ ചിരി അവരെല്ലാവരിലും പകർന്നു. ഇന്ന് വരെ അവൾക്കായി മാത്രം പകുത്തു കിട്ടാത്ത അച്ഛനമ്മമാരോടൊപ്പമുള്ള നിമിഷങ്ങൾ മറ്റെല്ലാം മറന്ന് ആസ്വദിക്കുകയായിരുന്നു മാനസി. എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ഇതെന്താ രണ്ടും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോ ചെറുക്കൻ കുഞ്ഞു പിള്ളേരെക്കാൾ കഷ്ടമായി. കപട ദേഷ്യത്തോടെ സരസ്വതി ശ്യാമിന് നേരെ പറഞ്ഞു. ആ അമ്മേ, അങ്ങനെ പറ. അമ്മയും കണ്ടതല്ലേ എന്നെ ഈ പൊടിയിൽ കുളിപ്പിച്ചു നിർത്തിയത്. സരസ്വതിയുടെ പിന്നിലേക്ക് നീങ്ങി നിന്ന് സാരിയുടെ മുന്താണിയിൽ വിരൽ ചുഴറ്റി ശ്യാമിനെ ഇടം കണ്ണാൽ നോക്കി മാനസി പരിഭവിച്ചു. ഓന്ത് പോലും ഇത്ര വേഗം നിറം മാറില്ലടി എന്ന മട്ടിൽ ശ്യാം മാനസിയെ ഒന്ന് മിഴിച്ചു നോക്കി. മാനസി അവർ കാണാതെ ശ്യാമിനെ നാക്ക് നീട്ടി കാണിച്ചു. ശ്യാമിന് അവളുടെ ഭാവം കണ്ട് ചിരി വന്നു. അതെ അതെ, എന്റെ മോളെ പൊടിയിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നോക്കിക്കേ. ചന്ദ്രനും അവർക്കൊപ്പം കൂടി. അച്ഛനും എന്ന മട്ടിൽ ശ്യാം ചന്ദ്രനെ ഒന്ന് നോക്കിയപ്പോൾ ചന്ദ്രൻ ഒരു കള്ളച്ചിരിയോടെ ശ്യാമിനെ കണ്ണിറുക്കി കാണിച്ചു. പോ പോ പോ, രണ്ടും പോയി കുളിക്ക്, സരസ്വതി രണ്ടാളെയും നോക്കി പറഞ്ഞു. അത് കേട്ട് ശ്യാം മാനസി ഒന്ന് നോക്കി. മാനസി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. നിൽക്കടി അവിടെ, പിന്നാലെ പറഞ്ഞുകൊണ്ട് ശ്യാമും. അവരെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന സരസ്വതിയെ ചന്ദ്രൻ ചേർത്ത് പിടിച്ചു. ആ മനസ്സറിഞ്ഞെന്ന പോലെ സരസ്വതിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. സരസ്വതി ഒരു പുഞ്ചിരിയോടെ ചന്ദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉള്ളം നനയ്ക്കുന്നത് എന്തും പറയാതെ തന്നെ അറിയുന്ന പങ്കാളിയുള്ളിടത്താണ് പ്രണയം അത്രമേൽ മനോഹരമാവുന്നത്. മാനസി ഓടി ശിവയുടെ മുറിയിൽ കയറി വാതിലടച്ചു. മാനസി, വാതിൽ തുറക്ക്. ശ്യാം ഡോറിൽ തട്ടി വിളിച്ചു. തട്ടി എന്ന് പറയാൻ പറ്റില്ല, തല്ലി പൊളിച്ചു എന്ന് വേണം പറയാൻ. ഇല്ല, തുറക്കില്ല, മാനസി അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. നീ തുറക്കില്ലേ? ശ്യാം ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. ഇല്ല, മാനസിയും വിട്ടുകൊടുത്തില്ല. നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടി കുട്ടി തേവാങ്കേ, ശ്യാം പറഞ്ഞുകൊണ്ട് ഡോറിനൊരു ചവിട്ടും കൊടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. മാനസി വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് മാനസി ആമ തലയിടും പോലെ പുറത്തേക്ക് നോക്കി. ശ്യാമിനെ അവിടെ എങ്ങും കാണാതെ പതിയെ റൂമിൽ ചെന്ന് ഡ്രസ്സും എടുത്ത് തിരിച്ച് ശിവയുടെ റൂമിലേക്ക് വന്നു. കുളി കഴിഞ്ഞ് മാനസി റൂമിന് പുറത്തേക്കിറങ്ങി. താഴെ ചെല്ലുമ്പോൾ സോഫയിൽ ശ്യാം ഇരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. മാനസി അവനെ നോക്കി ഇളിച്ചു കാണിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി. ഇവരുടെ കളിയും ചിരിയും നോക്കി ശിവയും ചന്ദ്രനും ഇരിക്കുകയായിരുന്നു. ചന്ദ്രൻ രണ്ടുപേരെയും നോക്കി മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചപ്പോൾ കപടമായൊരു പുഞ്ചിരി മുഖത്തണിയാൻ മാത്രമേ ശിവയ്ക്ക് സാധിച്ചുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം. ശ്യാം ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാനസി മുറിയിലേക്ക് വന്നത്. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താണ് കുഞ്ഞാടേ? അവൾ അവിടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ശ്യാം ചോദിച്ചു. മാനസി ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി. ശ്യാം അവളെ നോക്കി പുരികമുയർത്തി. മാനസി അവനരികിലേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തലചായ്ച്ച് അല്പനേരം നിന്നു. അവൾക്കുള്ളിൽ മഥിച്ചിരുന്ന ചിന്തകളെ അവനും അറിഞ്ഞിരുന്നു.
ശ്യാം അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി അവൾക്കരികിൽ മുട്ടുകുത്തിയിരുന്നു. മാനസി അവനെ നോക്കി. അവൻ അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ഒന്ന് ചുണ്ടമർത്തി. ശ്യാം, ഒരു ഇടർച്ചയോടെ മാനസി വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് കൈകൾ ചേർത്ത് വെച്ച് കണ്ണിന് താഴെ തള്ളവിരലാൽ ഒന്ന് തഴുകി. ഒരു നിസ്സംഗതയോടെ മാനസി അവനെ നോക്കിയിരുന്നു. എന്തിനാ മാനസി ഇങ്ങനൊരു വിഷമം? ഈ മനസ്സിങ്ങനെ നോവിക്കുന്നത് എന്തിനാ? നിന്റെ കണ്ണു നിറയുന്ന നിമിഷം, ഈ ശബ്ദം ഇടറുന്ന നിമിഷം, പിടയുന്നതെല്ലാം എന്റെ നെഞ്ചാണ് മാനസി. ശ്യാം അവളെ നോക്കി പറഞ്ഞപ്പോഴേക്ക് നിറ കണ്ണുകൾ അവനിൽ നിന്ന് മറയ്ക്കാനെന്നോണം മാനസി അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി തോളിൽ മുഖമൊളിപ്പിച്ചു. അവന്റെ കൈകൾ അവളുടെ തലമുടിയിൽ മെല്ലെ തഴുകി. കഴിഞ്ഞോ? ഇറുക്കം കൂടി അവനെ ചുറ്റി വരിഞ്ഞ് അവളുടെ കൈകൾ ഒന്നയഞ്ഞപ്പോൾ നേർത്തൊരു ചിരിയോടെ അവൻ ചോദിച്ചു. മാനസി പറഞ്ഞു പൂർത്തിയാവും മുന്നേ അവന്റെ വിരലുകൾ അവളുടെ വാക്കുകളെ തടഞ്ഞിരുന്നു. ഒരു സോറിയുടെ ആവശ്യം നമുക്കിടയിൽ ഇല്ല. എനിക്കറിയാം നിന്നെ. നീ എന്നെ അവഗണിക്കുകയല്ല മാനസി. എന്റേതാവാൻ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മാറ്റങ്ങൾ ഞാനും അറിയുന്നുണ്ട്. നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ വേറെ ആരറിയാനാണ്? ശരീരമല്ലല്ലോ മാനസി പ്രണയം. ഇറ്റ്സ് ജസ്റ്റ് എ വേ ഓഫ് എക്സ്പ്രസിംഗ് ലവ്. ഇറ്റ് ഷുഡ് ഹാപ്പൻ. പ്രണയം അത്രമേൽ നമ്മളെ കവരുമ്പോൾ ഇറ്റ് വിൽ. ശ്യാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. വല്ലാത്തൊരു വേദന ഉള്ളാകെ പൊതിയും പോലെ തോന്നണു ശ്യാം. എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ കാരണം ശ്യാമൻ ഒത്തിരി വേദനിക്കുന്നില്ലേ? എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ട് മാനസി വീണ്ടും വീണ്ടും അവനിലേക്ക് പറ്റിച്ചേർന്നു. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവനും അവളുടെ വാക്കുകളെ തടഞ്ഞില്ല. ശ്യാമിന് എന്നോട് ദേഷ്യം തോന്നോ? എന്നെ വേണ്ടാന്ന് തോന്നോ? എന്നിങ്ങനെ ശ്യാമിനോടുള്ള അവളുടെ ചോദ്യങ്ങൾ അന്ത്യമില്ലാതെ കടന്നുപോയി. അവൻ തെല്ലൊരു അത്ഭുതത്തോടെയാണ് അവളുടെ ചോദ്യങ്ങളെല്ലാം ശ്രവിച്ചത്. ഒരു ഭാര്യയിൽ നിന്നും കൗമാരക്കാരിയായ കാമുകിയിലേക്ക് അവൾ മാറിപ്പോയെന്ന് തോന്നി അവൻ ആ നിമിഷം. സ്വയം ഓരോ ചോദ്യങ്ങൾ മെനഞ്ഞെടുക്കുന്ന അവളെ അവൻ കൗതുകത്തോടെ നോക്കി. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുമെന്ന് നിനക്ക് തോന്നണുണ്ടോ? അവളിലുള്ള പിടി ഒന്ന് മുറുക്കിക്കൊണ്ട് ശ്യാം ചോദിക്കുന്നേരം ഉണ്ടെന്നും ഇല്ലെന്നും തലയാട്ടി മാനസി അവനെ പരിഭവത്തോടെ നോക്കി. ശ്യാം ചിരിച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ മാനസി ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കുമെന്ന്? വീണ്ടും അവൻ ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഉത്തരവും അവനിൽ നിന്ന് വേണമെന്ന് പറയും പോലെ മാനസി അവനെ ഉറ്റുനോക്കി. ഹൃദയത്തിൽ ചേക്കേറിയവരെ അല്ലേ അടർത്തി മാറ്റാൻ സാധിക്കൂ? ഹൃദയമായവരെ ഇങ്ങനെ അടർത്തി മാറ്റാനാണ്? കേവലം ആ വരികളിൽ അവൻ അവൾക്കുള്ള ഉത്തരം നൽകിയപ്പോൾ പ്രണയം നിറഞ്ഞൊഴുകുന്ന മിഴികൾ തമ്മിൽ കൊരുന്നു നിന്നുപോയി അവർ. വരിഞ്ഞു ചുറ്റി അവളെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ ആ ഹൃദയമിടിപ്പിന്റെ പോലും അവകാശി അവളാണെന്ന് പറയാതെ പറയുകയായിരുന്നവൻ. എന്നാൽ അവൾക്കായി മാത്രം തുടിക്കുന്ന ആ ഹൃദയത്തിന്റെ താളം അവളുടെ ഉള്ളാകെ തണുപ്പിച്ചു. ഇതുവരെ വലയം ചെയ്ത സങ്കടങ്ങളെല്ലാം അകന്നു പോകും പോലെ, ചിന്തിച്ചു കൂട്ടിയതെല്ലാം ഒരു പുകച്ചുരുൾ പോലെ മാഞ്ഞുപോയി. എന്തെങ്കിലും ചിന്തകൾ വന്നു കൂടുമ്പോൾ അതുള്ളിലിട്ട് പെരുപ്പിച്ച് അവസാനം മനസ്സമാധാനം പോയി കഴിയുമ്പോൾ ഉറക്കമില്ലാതെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കടന്നോണം. എന്നാ എന്നോട് പറയോ? അതുമില്ല. ഈ മനസ്സിലുള്ളത് ഞാൻ തന്നെ പറയണം. ചോദിക്കാതെ തന്നെ പറയണ്ടേ ഇതൊക്കെ? ശ്യാം അവളുടെ തലയിൽ തലോടുന്നതിനിടയ്ക്ക് ചോദിച്ചു. പറയാതെ തന്നെ അറിയാൻ ഈ മനസ്സുള്ളപ്പോ അവിടെ വാക്കുകൾ പോലും അന്യരല്ലേ? അവന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി മാനസ് ചോദിക്കുന്നേരം അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. പരിഭവങ്ങളെല്ലാം മാറിയല്ലോ. ഞാനെന്നാ ഓഫീസിൽ പൊക്കോട്ടെ, നേരം വൈകി. അവളിലുള്ള കൈകൾ മാറ്റി അകന്നു മാറിക്കൊണ്ട് ശ്യാം ചോദിച്ചു. അവളുടെ കവളിൽ ഒന്ന് തട്ടി ഓഫീസ് ബാഗും എടുത്ത് അവൻ നടക്കാൻ തുടങ്ങും മുന്നേ മാനസി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചിരുന്നു. അവന്റെ ചുണ്ടുകൾ നെറുകയിൽ പതിയുമ്പോൾ ഒരു മൃദു മന്ദഹാസം അവളുടെ അധരങ്ങളിലും പിറവിയെടുത്തു. പലനാൾ അലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരിഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്ക് മുന്നിൽ ഇതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. കാതിൽ പതിക്കുന്ന ഈണത്തേക്കാൾ നെഞ്ചിൽ പതിക്കുന്ന വരികൾക്കാണ് ആഴമെന്ന് തോന്നി ശിവയ്ക്ക്. കണ്ണുകളിൽ രൂപപ്പെട്ട തുള്ളികൾ കവിളുകളിൽ നീർച്ചാലുകൾ തീർത്തു പോന്നു. ചിതറിപ്പോയ ഒരു പിടി സ്വപ്നങ്ങളും നെഞ്ചിലൊതുക്കി അവളിരുന്നു. അവനിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് അസാധ്യമാണെന്ന തിരിച്ചറിവോടെ. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ?
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.